എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിനി ഷോക്കടിച്ചിരിക്കുകയെന്ന് പറയാം സത്യം പറയാം. അപ്പോൾ നമ്മളിവിടെ കുത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ ക്ലാസ് ഇത് 1ാം ക്ലാസ്സാണ്. 1ാം ക്ലാസ് 1 പിന്നെ എഴുതാൻ നമ്മുടെ ക്ലാസ് അപ്പുറത്താണ്. ഞങ്ങളുടെ ക്ലാസ് അപ്പുറത്താണ്. ഞങ്ങളുടെ ഒരു പണി ഇതൊക്കെ കിട്ടി ആക്കൽക്കൂടി അലക്കി പോലെ ആയിട്ടാണ്. 1ാം ക്ലാസ് പിന്നെ 9 പിന്നെ +1 പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത് 3, 5, 6, 8 4 ക്ലാസ്സുകാർ. 3 ക്ലാസ് എല്ലാവരും ശബ്ദത്തിൽ ആൾക്കാരില്ല. 7 ആവാൻ താജ്മഹൽ താജ്മഹലായിരിക്കില്ല ചിലപ്പോൾ പാടാനിയോ അവരുടെ വീട് ഇവിടെ എടുത്തായിരുന്നു. ഏതോ അല്ല അധികം ഇവിടെ ഫുൾ ചെക്കന്മാരാണ്. ഡ്രസ്സാണ് കോസ്റ്റ്യൂമൊക്കെ നിൽക്കാനിൻ്റെ അങ്ങനെയുള്ളതാണ്. ഈ കല്യാണിക്കുണ്ട് അനിക്കുണ്ട് എല്ലാവർക്കും. പിന്നെ കല്യാണത്തിന് കാട് നമ്മുടെ ക്ലാസ് അവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലിട്ട് താജ്മഹൽ വന്നല്ലോ. വലിയ താജ്മഹലാണ്. താജ്മഹൽ പറഞ്ഞാൽ ജസ്റ്റ് ഒരു വണ്ടിയാട്ടോ. അതിൻ്റെ പേര് നോക്കട്ടെ. ഐസ്ക്രീംസൊക്കെ കിട്ടൊക്കെയാണ്. നമ്മളെ ചെക്കന്മാരെ ചെയ്തിരിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ചൊക്കെ ഞങ്ങൾ അപ്പുറത്തേക്കുന്നു. ഗൈസ് വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ ഗ്രീൻ ബാഗ് ഇതിനൊട്ടും മാച്ച്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഇതിൽ ഞങ്ങൾക്ക് കുറേ ബെഞ്ച് ഉണ്ട്. ചിലപ്പോൾ സൈഡ് ബെഞ്ച് തന്നിരിക്കുന്നത് എന്താ കുറേ പേര് ദഫിനുള്ള ഒരു സ്കൗട്ടില്ല ഇപ്രാവശ്യം എൻ്റെ ക്ലാസ്സിൽ. ഗൈസ് പുതിയ ചപ്പലാണ് ഗൈസ്. കല്യാണത്തിന് വാങ്ങിയ ചപ്പലാണ്. അവിടെ നല്ല രസമാണ് കാണാൻ. നല്ല ഇഷ്ടമാണ് കാണാൻ. കണ്ടില്ലേ നല്ല വ്യൂ അല്ലേ. നല്ലോണം പച്ചപ്പും പച്ചപ്പുറത്ത് ആ സൈഡ് കണ്ടില്ലേ നല്ല പച്ചപ്പും ഹരിതാപ്പം ഓണം ഫെസ്റ്റ് നടക്കുന്നത്. പൂവും ചിലപ്പോൾ പൂവില്ല ചിലപ്പോൾ. ശരിക്കും എല്ലാവരുടെയും ഇന്നാണ് ദിനം. ഞങ്ങളുടെ അവിടെയും പിന്നെ കുറച്ച് മദ്രസയിലൊക്കെ മിക്കവിടെയും ഇന്ന് തന്നെയാണ്. എനിക്കടിച്ച് എന്താ ഇന്ത്യ പാപം മദ്രസ ഇന്നലെ ദിനം ജുമാ മുബാറക്ക് ആയതുകൊണ്ടാണ്
ഇന്നത്തെ മറ്റേത് എല്ലാം കൂടി ഇന്നലെ എല്ലാം കൂടി രാവിലെ എല്ലാം കറക്റ്റ് ടൈം ആവില്ല വേണ്ടാണ് ഇന്നാക്കിയത്. ചിലവര് ഇന്നലെ കഴിഞ്ഞു, ചിലവരുടെ അപ്പോൾ നമ്മൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് കഴിഞ്ഞ എന്തായാലും കാണാം നോക്കട്ടെ. അങ്ങനെ ആക്കി ഫ്ലാഗ് പിടിച്ചിട്ട് ഇതവിടേക്ക് പോടാ. അതാ കൊടി ഉയർത്തണം. അവിടെ കൊടി ഉയർത്തലൊക്കെ കണ്ടില്ലേ? പറ്റാത്ത ജോലിക്ക് പോണം. കുട്ടിപ്പട്ടാളം. അൻസിയ അൻസിയ ഞാൻ എന്നെ യൂട്യൂബ് ചാനൽ പള്ളിയമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിച്ചുകൊള്ളുകയാണ്. നമ്മുടെ പതാകയോടുന്ന കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും മാറ്റിച്ചെടുക്കുക. ഫൈഹാസ് ഫ്ലോറ ഫാൻസി. പക്ഷെ അത് ഫൈഹാസിന്റെ തന്നെ കടയാണ്. അതങ്ങനത്തെ കിട്ടിയില്ല. അസ്മി എന്താന്നറിയില്ല, ഒരു ഗുമ്മില്ല. കൊടി ഉയർത്താൻ പോവുകയാണ്. നമ്മുടെ മഹല്ല് ജമാഅത്ത് സംഘടിപ്പിക്കുന്ന തിരുവസന്തം 1500 പ്രവാചകൻ പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. പതാകോയർത്തൽ കർമ്മത്തോടുകൂടെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വളരെ ഭംഗിയായ രൂപത്തിൽ നമ്മുടെ പരിപാടികൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل اللهم مثل ثواب ما قرأناه من القرآن العظيم أولا منا إلى حضرة سيدنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والمصنفين والصالحين وإلى حضرات أهل الخير أجمعين اللهم بحقهم وبجائهم وبقربهم لديك اللهم بارك في كل أمورنا وتعلمنا وتعليمنا وتدريسنا وفي كسبنا وفي أهالينا وفي أموالنا وفي اجتماعنا هذا وفي كل معاملاتنا بركة تامة كما باركت على عبادك الصالحين اللهم سلمنا وسلم أهالينا وسلم في أمرنا هذا من كل آفة وآهة وبلاء ومصيبة اللهم ثم إلى حضرات من ماتوا منا من أقاربنا وإلى حضرات جميع أموات المؤمنين لا سيما وإلى حضرة من دفنوا مقبرتنا يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من ديار الجنان ولا تجعل قبورنا ولا قبورهم حفرة من حفر النيران ربنا آتنا في الدنيا
حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് പള്ളിക്കാട്ടിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മുത്തുനബി മുസ്ലിയാർ ഉൾപ്പെടെ അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ തുടങ്ങിയപ്പോ എങ്ങടാ പോയി صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي على النبي وسلامي وهو خير الأنام بدر التمام عليك يا نور الظلام السلام عليك يا كل المرام صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا ذا المعجزات السلام عليك يا حبيب Dasmi adanya mulu. വിശ്വത്തിന്റെ വിരിനാളെ വിശാല വിപ്ലവത്തിന്റെ വീരേതിഹാസം രചിച്ച വിശ്വപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി മേപ്പാടം മഹല്ല് ജമാഅത്ത് മദ്രസ വിദ്യാർത്ഥികളും മണിച്ചൊരുക്കിയ ഐതിഹാസികമായ നബിദിന ഘോഷയാത്രയാണ് ഈ വഴിക്കാലയെ ധന്യമാക്കി കടന്നു വരുന്നത്. അത് തുറക്കുക, ആശ്രമിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ നിർമ്മിക്കുക. അസ്സലാം അലൈക യാ നൂറൽ ഔസാത്തി അസ്സലാം അലൈക യാ കുറേ റാലി പോയി, കുറേ മുട്ടായി കിട്ടി. അസ്മീൻ്റെ ബാഗാണ് മുട്ടായിക്കള അല്ലേ? ആരൊക്കെ മിനിയുണ്ട്, അസ്മീൻ്റെ അസ്വുണ്ട്, പിന്നെ ആമിനുണ്ട്, കുറേ പേരുണ്ട്. താത്ത, പിന്നെ താത്താൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് അങ്ങനെ റാലി പോയി. താത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. ഞാനും കുറച്ച് പേരൊക്കെ ആയിട്ട് കൂടെ ഉള്ളൂ. അപ്പോൾ വെറുതെ സെമുവാ മെഹറുവാ ആൾക്കൊരു ഫോട്ടോ എടുക്കാൻ. ഞാനാ ടൈപ്പല്ല, കുട്ടിയുടെ ഫോട്ടോ പറയണേട്ടാ.
ഏത് ടൈപ്പ്? എനിക്ക് വീട്ടിൽ പോണേക്ക് വയ്യ. تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم يا ضيف واجعله سامي غير منحرم دائما أبدا على حبيبك خير خلق كلهم يا ربي بالمصطفى خير مقام അത് മറ്റേ മദ്രസയൊക്കെ ഉണ്ട്. واغفر لنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ഇതാണ് മോനെ. എന്തൊക്കെ കയ്യിലുണ്ട് ഒക്കെ പോയിട്ട് വേണം വാങ്ങാൻ. അതാ ഞാൻ സൂമായി കാട്ടും. അവനടുത്തുന്നത് അനിയൻ വന്നു. അപ്പോൾ ഇപ്പം സമയം 6:04 അപ്പോൾ ഞങ്ങളെ വീട്ടിലാണ് ഇപ്പൊ നേരം PM ആണ്. PM ആണ്, AM അല്ല PM ആണ് ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഇരിക്കുകയാണ് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങള് രാവിലെ വന്നു, പക്ഷെ വീഡിയോ ഇല്ല, മറന്നു. പിന്നെ മദ്രസയിൽ വെച്ച് ചെറിയ ചെറിയ റിസോർട്ട്സൊക്കെ നമ്മളിനി മദ്രസയ്ക്ക് പോകണം. ആയിരിക്കുന്നുണ്ടോ പോലെ. അപ്പം ഫ്രണ്ട്സ് നമ്മളിനി ഉപ്പില്ല ഗൈസ്, നടന്നു പോകണം. അനിയവിടെ സ്പീച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 4ൽ പറഞ്ഞ പ്രസംഗമാണ് അവനെടുത്തിരിക്കുന്നത്. ആദരവും ബഹുമാനത്തിനെ പറ്റി പറയുന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് അവൻ സ്റ്റേജിൽ ഒരു പ്രസംഗം പറയാൻ പോകുന്നത്. പാട്ട് പാടിൻ്റെ പ്രസംഗം എത്ര പ്രാവശ്യം പാട്ട് പാടിയുണ്ടോ അതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കഴിഞ്ഞ വർഷത്തെ നിബിദിന് വ്ളോഗും ഉണ്ട്, അതും കാണാത്തവർ പോയി കാണുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോയായിട്ട് കുറച്ച് വീക്കായിരുന്നു യൂട്യൂബിൽ, എക്സാമും ഒക്കെ ആയിട്ടും ഇതായി. ആൻഡ് ഇനി നമ്മൾ സെറ്റാവും യൂട്യൂബ് പവർ. ഒരു AI
ചുമ്മാ ആക്ഷൻ കട്ടുക പറ്റില്ല. അപ്പം കാല് ഫുള്ള് വാങ്ങിക്കാട്ടെ മസൽ വയ്ക്കാൻ നടക്കലാണ്. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. നമ്മൾ പോകണം. ചോറും വിട്ടത്ര കണ്ടില്ലേ ബാഗ് ഇപ്പം തന്നെ 6:15 അപ്പം നമുക്ക് പോകുമ്പോൾ ഇരുട്ട് കണ്ടിട്ട് ആരും പേടിക്കരുത്, നമ്മൾ പുറത്താണ്. യെസ് ഗൈസ്, ഇപ്പോൾ സമയം എത്രയായി? 6:55 കറക്റ്റ് സമയം പറയണേ. 7 മണിയാവാനായി. നമ്മൾ ഇറങ്ങാനായിട്ട് മർസയ്ക്ക് പോയി വന്നിട്ടില്ല. അവിടെ കുറച്ച് അങ്ങോട്ട് വെളിച്ചം കിട്ടുമ്പോൾ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ മദർസയിലെത്തി. ഫുള്ള് നാലുവഴിപ്പിട്ടേക്കാണ് സെറ്റായിട്ട് പരിപാടി തുടങ്ങേണ്ടത്. ഉമ്മച്ചി വന്നാൽ മതി പതുക്കെ. കാല് നല്ല കടച്ചിലാണ് പോയത്. ഇന്ന് കിട്ടിയാൽ മതിയെന്നുള്ളൂ. അത്രയും നല്ല കടച്ചിലാണ്. എന്തൊരു കടച്ചിലാണെന്നറിയാം. ഫ്രണ്ട്സ്, നമുക്ക് പോവുകയാണ്. അവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. രസമുണ്ട് കാണാൻ. ആകാശമൊക്കെ ചുമന്ന നിറയിട്ടിരിക്കുകയാണ്. എൻ്റെ അവിടെയാണ് ഞങ്ങളുടെ പള്ളികൾ. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ മർസിയം. ഓക്കെ, അവിടെയാണ് ഗൈസ് ഓണം ഫെസ്റ്റ് നടക്കുന്നത്. അതാണ് നോക്കി നിൽക്കുന്നത്. ഓണം ഫെസ്റ്റ് അല്ലേ? അവിടെയാണ് ഗൈസ് ഓണം ഫെസ്റ്റ് നടക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ചേർന്നിരിക്കുന്നു. നമുക്കകത്ത് കയറാം. മാത്രം ആയില്ല. നബിദിന റാലികളും സമ്മേളനങ്ങളും എല്ലാം ആവശ്യമാണ്. ഭക്ഷണം കൊടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച ചെന്നിട്ട് സലാമൊന്ന് ചൊല്ലിടണം. മുത്ത് ഹബീബിന്റെ സൗജത്തിൽ വന്നിട്ട് സങ്കടം എന്നീ പറഞ്ഞിടണം. എൻ്റെ സങ്കടമെല്ലാം പറഞ്ഞിടണം. തണലായ ഹബീബേ, എൻ്റെ ആത്തൽ റസൂലേ, കനിവർണ്ണ തൊബീബേ, നൂറായ സഫീയേ, അങ്ങേ കാണാൻ ഉള്ള കണ്ണ് എനിക്കില്ല ഹബീബേ. ഒന്ന് പാടാൻ ഉളം ഇസ്ക് അത് മാത്രം ഹബീബേ. അനുരാഗി റസൂലേ, നിജമാക്ക സഫാ ഇടമാണ് റസൂലേ. കനവായി കാണുവാൻ പാടി നടന്നെൻ്റെ പാതിര പാത്തിലും മുത്ത് റസൂലിൻ്റെ മധുര് പാറി നടക്കുന്ന വെല്ലരി പ്രാവില് ഉള്ളിലുമുണ്ടോ മധുര്. ഉമ്മ പറഞ്ഞ കഥയിലുമുണ്ട് ഉള്ളു നിറന്ന റസൂല്. നൊന്ത് കരയുമ്പോൾ നൊന്ത് കരയുമ്പോൾ ഉമ്മ പാടുന്നൊരു പതിലുമുണ്ടോ മധുര്. കന്ന് നിറന്നാലും കാലം നാലും വെമ്മ കുറയാത്തൊരിസ്ക്. മുത്ത് റസൂലിൻ്റെ ചാരത്ത് ചെന്നിട്ട് സലാമൊന്ന് ചൊല്ലിടണം. മുത്ത് ഹബീബിൻ്റെ സൗജത്തിൽ വന്നിട്ട് സങ്കടമെന്നി പറഞ്ഞിടണം. എൻ്റെ സങ്കടമെല്ലാം പറഞ്ഞിടണം. എൻ്റെ സങ്കടമെല്ലാം പറഞ്ഞിടണം. അസ്സലാമു അലൈക്കും. Please like and subscribe. Thanks for watching my video.